so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference. കരുമാല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മാഞ്ഞാലി കുന്നുംപുറത്ത് ആരോഗ്യ ഉപകേന്ദ്രത്തിന് പുതിയ കെട്ടിടമായി. MP ജെബി മേത്തറിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള കെട്ടിടം നിർമ്മിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് മാഞ്ഞാലിയിലൊരു കെട്ടിടം ഉണ്ടാകുന്നത് പറവൂരിലുണ്ടാകുന്നത് പോലെ തന്നെ സന്തോഷമുള്ള ഒരാളാണ്. ഇപ്പോഴും മാഞ്ഞാലിയും കരുമാലൂരും ഹൈവേ പറഞ്ഞതുപോലെ വിട്ടു പോയിട്ടില്ല. എനിക്ക് പറവൂരിനേക്കാൾ ബന്ധമുണ്ടായിരുന്ന സ്ഥലമാണ് കരുമാലൂരും ആലങ്ങാട് പഞ്ചായത്ത്. ഏകദേശം എല്ലാ ആളുകളെയും നേരിട്ട് എല്ലാ കുടുംബങ്ങളെയും അറിയാം. ഒരു കാലത്തും നമുക്ക് ആ ബന്ധം മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റാത്ത ഹൃദയബന്ധമാണ് ഈ രണ്ട് ഗ്രാമങ്ങളുമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുജീബ് ഇങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജെബി ജയിച്ചൊക്കെ വന്ന പറഞ്ഞപ്പോൾ തന്നെ ബഹുമാന്യായ MP നമുക്കത് അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയാം. പിന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞാൽ ഇത് പൂർത്തിയാകുമെന്ന് ഉറപ്പുള്ളവർക്കേ പറയുള്ളൂ. മുജീബിൻ്റെ കാര്യത്തിൽ 100% ഉറപ്പ്. MP ഹൈബി ഈഡൻ അധ്യക്ഷത വഹിച്ചു. ജെബി മേത്തർ MP മുഖ്യാതിഥിയായിരുന്നു. അപ്പോൾ ഈ രാജ്യസഭ MPയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർക്ക് പണം കൊടുക്കാം. അപ്പോൾ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ പറയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, വയനാട്ടിലെ പല മേഖലകളും ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഈ മുജീബിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ മുജീബ് വീട്ടിൽ വരും. 7 മണിക്കും വീട്ടിൽ വന്നിട്ട് മുജീബ് വിചാരിച്ചിരിക്കുന്നത് ഈ MLAക്ക് ഒരു മണ്ഡലത്തിൽ 6 കോടി കിട്ടുന്ന പോലെ MPക്ക് കിട്ടും എന്നാണ്. അപ്പോൾ മുജീബ് എന്ന് പറഞ്ഞാൽ ആ ഹൈമാസ്റ്റലൈറ്റ്, ആ സ്കൂളിൻ്റെ ബസ്, നമ്മുടെ കെട്ടിടം, വേറെ മുജീബ് നമുക്ക് ആകെ 7 നിയോജകമണ്ഡലത്തിനും കൂടി 5 കോടി രൂപയുള്ളൂ. പക്ഷെ മുജീബിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്നത്, ഞാനൊരു ജനപ്രതിനിധിയെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹോസ്പിറ്റൽ കേസുകൾ ബില്ല് കുറയ്ക്കാൻ വേണ്ടി വിളിക്കും എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് മുജീബാണ് ഈ പ്രദേശത്ത് നിന്നുള്ളതാണ് മുജീബിനെ വിലയിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. ആരോഗ്യ കേന്ദ്രത്തിന് ഫണ്ട് അനുവദിച്ചതിലും അത് സമയത്ത് തന്നെ പണിത് പൂർത്തിയാക്കി. ഇനി അങ്ങോട്ട് ഇവിടെ ഡോക്ടറുണ്ട്, പഞ്ചായത്തുമായി ബന്ധപ്പെട്ടവരുണ്ട്, ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ട്. ഒരു ബിൽഡിംഗ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഹൈബി ഈഡൻ MP ഇവിടെ പ്രഖ്യാപിച്ചു ഇതിനു വേണ്ട എന്ത് സഹായ സഹകരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തുടർന്നും മുജീബിനും പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർക്കൊക്കെ കഴിയട്ടെ. ആളുകൾക്ക്, ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, പാവപ്പെട്ടവർക്ക്, ഗർഭിണികൾക്ക്, അമ്മമാർക്ക്, മുലയൂട്ടുന്നവർക്കൊക്കെ ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം വഴി സാക്ഷാത്കരിക്കപ്പെടട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ, വാർഡ് മെമ്പർ TA മുജീബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VP അനിൽകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബാബു, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AM അലി, കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം TA നവാസ്, മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS സക്കീർ, കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ KM ലൈജു, EM അബ്ദുൽ സലാം, സൂസൻ വർഗീസ്, ജോർജ് മേനാച്ചേരി, മെഡിക്കൽ ഓഫീസർ സന്ധ്യാദേവി M, കാർഷിക ബാങ്ക് വൈസ് പ്രസിഡന്റ് KV പോൾ, ഫാദർ സെബാസ്റ്റ്യൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരവിന്ദ്, മേരി സിസ്റ്റർ, LHI ബിന്ദു, MLSP റിജു, ആശാ വർക്കർമാരായ സന്ധ്യ, സജിത, വാസന്തി, ഉഷ, നയന തുടങ്ങിയവർ പങ്കെടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ 32 ആദ്യം 26 ലക്ഷം രൂപയാണ് നമുക്ക് പാസ്സായി വന്നത്. പക്ഷെ അതിനുശേഷം എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീണ്ടും ഒരു 6 ലക്ഷം രൂപ എക്സ്ട്രാ വേണ്ടി വന്നു. വീണ്ടും ആ 6 ലക്ഷം രൂപയോട് അനുവദിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആവശ്യം, ജനങ്ങളുടെ ഏറെക്കാലത്തെ ഒരു ആവശ്യം നമുക്ക് നിറവേറ്റി തന്ന ജെബി മേത്തർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ പ്രത്യേകം നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ജെബി മേത്തർ MP ഇതിന് ഫണ്ട് അനുവദിച്ചത്. കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ 4 വാർഡിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനും അതുപോലെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കാനും
മറ്റത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഈ കോവിഡ് സമയത്തൊക്കെ വളരെ ഉപകാരപ്രദമായി പ്രവർത്തിച്ച ഒരു സബ് സെൻ്ററാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഫണ്ട് അനുവദിച്ചാൽ അത് ആ ടൈമിനുള്ളിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ള ദൗത്യം വലിയൊരു ദൗത്യമാണ്. How was today? Anything new? We sang, we danced, and we wrote. Is it true? Yes. Mom, my teacher is like you. Really? So nice, so caring, and very loving. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.